നമസ്കാരം. ഹലോ വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ക്രെയിനുകൾ സ്ഥാപിച്ച നിലയിൽ കടലിൽ നിന്നുള്ള ഒരു ദൃശ്യം. ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം. വരുമാനം 450 കോടി കടന്നു. ഇതുവരെ നങ്കൂരമിട്ടത് 448 കപ്പലുകൾ. ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ചരക്ക് നീക്കത്തിൽ നിന്നുണ്ടായ വരുമാനം 450 കോടി രൂപ കടന്നു. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 8ാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ നേട്ടം. ഇതുവരെ 448 കപ്പലുകളാണ് ചരക്ക് നീക്കത്തിനായി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. ഇതുവഴി 9.77 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. 2 മുതൽ 2.5 കോടി വരെ കണ്ടെയ്നറുകളുടെ ചരക്ക് നീക്കമാണ് രാജ്യത്ത് പ്രതിവർഷം കടൽ മാർഗം നടക്കുന്നത്. ഇതിൽ 25% 400 മീറ്ററോളം നീളമുള്ള മദർഷിപ്പുകൾ അടുക്കാവുന്ന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ വഴിയാണ്. മദർഷിപ്പുകൾക്ക് അടുക്കാവുന്ന വിഴിഞ്ഞത്ത് നിന്നാണ് ആഴമില്ലാത്ത തുറമുഖങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകൾ വഴി കൊണ്ടുപോവുകയും തിരിച്ചെത്തുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ വിഴിഞ്ഞത്തിന് സമാനമായ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ ഇല്ലാത്തതിനാൽ ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭൂരിഭാഗവും ശ്രീലങ്ക, കൊളംബോ, സിംഗപ്പൂർ, സലാല എന്നീ പോർട്ടുകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏകദേശം 30 ലക്ഷം കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ വിദേശ തുറമുഖങ്ങൾ വഴി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതുവഴി $22 കോടി വിദേശ നാണ്യത്തിന്റെ നഷ്ടമാണ് രാജ്യത്തിനുണ്ടായിരിക്കുന്നത്. ഇതിൽ 15 ലക്ഷം കണ്ടെയ്നറിന്റെ ചരക്ക് നീക്കം ഇപ്പോൾ നടത്താനുള്ള ശേഷി നിലവിൽ വിഴിഞ്ഞത്തിനുണ്ട്. അടുത്ത ഘട്ട വികസനം 2028 പൂർത്തിയാകുന്നതോടെ 30 ലക്ഷം കണ്ടെയ്നർ ശേഷി മറികടക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ 24 യാർഡ് ക്രെയിനുകളും 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് വിഴിഞ്ഞത്തെ ഷിപ്പ് കണ്ടെയ്നർ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇതുവഴി സർക്കാരിന് നേട്ടം. 2034 തുറമുഖത്തിന്റെ ആകെ വരുമാനത്തിന്റെ 1% ആദ്യ വിഹിതമായി സർക്കാരിന് ലഭിക്കും. അങ്ങനെ 40 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് 25,000 കോടി രൂപയോളം ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. ഇപ്പോൾ നിലവിൽ GST നിന്നുള്ള വരുമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ തന്നെ അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞം തൻ്റെതായ സ്ഥാനം പിടിച്ചടക്കിയിരിക്കുകയാണ്. ഹലോ വേൾഡ് ചാനലിൽ നിന്നും റിപ്പോർട്ടർ ബാബുസേനൻ.